കഴിഞ്ഞ ദിവസം നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു FSAയുടെ. നമുക്ക് അതിന്റെ ബുക്ക് ഇപ്പം ആ ഓൾറെഡി നിങ്ങൾക്ക് വിസ സ്ലോട്ട് ഓപ്പൺ ആവുന്ന സമയത്ത് സ്ലോട്ട്സ് ആർ നൗ അവൈലബിൾ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും ലഭിച്ചിട്ടുണ്ടാവുന്നത്. ഇമെയിൽ ID ഇത് തന്നെയല്ലേ? ഇതല്ലേ? ആ ഇത് ആ ഈ പാസ്വേഡ് കൊടുത്തു നമ്മൾ ലോഗിൻ ചെയ്യുന്നു. OTP ഒന്ന് ഷെയർ ചെയ്യണം, എനിക്ക് വാട്സപ്പ് ഷെയർ ചെയ്യണേ. എൻ്റർ ചെയ്യുക, സൈൻ ഇൻ ചെയ്യുന്നു. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, സ്ലോട്ട്സ് ആർ അവൈലബിൾ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. ഇതിൽ ഈ മാനേജ് ആപ്ലിക്കേഷന് തൊട്ട് താഴെ ബുക്ക് നൗ എന്ന് കൊടുത്തിട്ടുണ്ട്. ബുക്ക് നൗ കൊടുക്കുക. ബുക്ക് ആ നൗ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഡേറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കാണിക്കും. ഇപ്പൊ ജൂലൈ 2 തൊട്ട് ഓപ്പൺ ആണ് ഓൾറെഡി. ജൂലൈ 2 കൊടുത്തേക്കട്ടെ. ആ ജൂലൈ 2 അവൈലബിൾ ആണ്. ജൂലൈ 2 കൊടുത്തു. ജൂലൈ 2 കൊടുത്ത് ടൈം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത് ടൈം വരുന്ന ടൈം കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുക്കുന്നു. ഒരു പേയ്മെന്റ് ഉണ്ട് കേട്ടോ, ഓൺലൈൻ ചെയ്യാനുള്ള ഒരു 1000 സംതിങ്. ഗൂഗിൾ പേ ആ ഉള്ളതല്ലേ? ഗൂഗിൾ പേ ഉള്ളതല്ലേ? ആ ഉള്ളതാണ്. ഞാനപ്പോ അതിന്റെ സ്കാനർ ഓപ്പൺ ആക്കാം. ഇതൊന്ന് സ്കാൻ ആ ചെയ്തിട്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. ഗൂഗിൾ പേ കൊടുത്ത് ഗൂഗിൾ ആ പേ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ബാർകോഡ് കാണിക്കും. ഇതിൽ സ്കാൻ ചെയ്തോ, പേയ്മെന്റ് ചെയ്തോ. ഇതിലേക്കല്ലേ? ഇതിലേക്ക്. അപ്പോയിന്റ്മെന്റ് കംപ്ലീറ്റഡ് പേയ്മെന്റ് ആയിട്ടുണ്ടോ? ചെയ്തു. നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ബുക്കിംഗ് ആ ഡീറ്റെയിൽസ് നോക്കാം. അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇമെയിലിൽ വന്നിട്ടുണ്ടാവും കേട്ടോ, മെയിൽ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇത് കണ്ടോ, ഓൾറെഡി നമുക്ക് കണ്ടോ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ആ അപ്പോയിന്റ്മെന്റ്. ആ ഓക്കെ ഓക്കെ. ഈ ഒരു ഈ ഒരു പ്രോസസ്സ് പ്രയോജനപ്പെട്ടോ ശരിക്കും നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഈ ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നത്? ആ അപ്പൊ അപ്പോയിന്റ്മെന്റ് ബുക്ക് അറിയാൻ ചെയ്യുന്നതിന് എങ്ങനെയാ മുൻപ് ചെയ്യുന്നതെന്നൊക്കെ. ആ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ഉം. എന്തെങ്കിലും ഒരു എന്തായിരുന്നു ടെൻഷൻ? ഇത് കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? ആ എനിക്ക് കിട്ടുമോ ടൈം വൈകുമെന്നൊക്കെ ആയിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടോ? കിട്ടുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. ആ, എങ്ങനെ പരിപാടി അറിയത്തില്ലല്ലോ. ഓക്കെ. ഓക്കെ, ഇനി ഇതുപോലെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ളവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് ഇതുപോലെ FSAയോ OPERO ഏതെങ്കിലും കാറ്റഗറിയിൽ നോക്കുന്നവർക്ക്. അല്ല അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ. ഇതാവുമ്പോ ഇപ്പം നമ്മള് വേറെ ഉള്ളവർക്ക് മെയിൽ അപ്പൊ അവരെന്ന് പറഞ്ഞാൽ അവരവരുടെ മെയിൽ ID വെച്ചിട്ടെല്ലാം ചെയ്യുക. ഇപ്പൊ യെസ്. നമ്മുടെ മെയിൽ ID നമുക്ക് അറിയാനൊക്കെ പറ്റും എങ്ങനെയാ വരുന്നതൊക്കെ. അപ്പൊ നമുക്കൊരു ഇതുണ്ടെങ്കിൽ നമുക്കിപ്പോ ചൂടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ വിളിച്ച് പറയാനും ഞാൻ വരുന്നുണ്ട് സാറേ. നമുക്ക് നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാണെന്നൊന്നും. നമ്മൾ യെസ്. ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് എല്ലാം അറിയാനായിട്ട് പറ്റുമല്ലോ. ഓക്കെ, ഈ ഒരു സർവീസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? ആ എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ഓക്കെ. അപ്പൊ ബാക്കിത്തെ കാര്യങ്ങൾ ഞാനപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ളത് ചെയ്തു തരാം. ബാക്കിയുള്ള കാര്യങ്ങൾ, ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ, ബാക്കി ഞാൻ അതാക്കിയിട്ട് ഞാൻ സെയിം തന്നെ അയച്ചോളാം കേട്ടോ. ആ ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.